ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫുൾ ഡേ വ്ളോഗ് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഫുൾ ഡേ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് എനിക്ക് PSCയുടെ വെരിഫിക്കേഷന് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ ആ ദിവസമാണെന്ന്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. മോളെ കൂട്ടിക്കൊണ്ടുപോകുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അവൾക്ക് നല്ല ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് അവളും വരണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം തലേ ദിവസം മുഴുവൻ ഞാൻ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇവൾ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും നേരത്തെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചാൽ അന്ന് അവൾ ഉറങ്ങില്ല. അതങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ട് അവൾക്ക്. അപ്പോൾ അവൾ രാവിലെ എഴുന്നേക്കാറാകുമ്പോഴത്തേക്കാണ് കുറച്ച് നേരം ഉറങ്ങിയത്. അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ 7:30 ആയി. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾ കഴിച്ചായിരുന്നു കേട്ടോ. ഞാനും ഉമ്മയും കൂട്ടിയിട്ടാണ് പോകുന്നത്. കാരണം എനിക്ക് ഇവളെയും കൊണ്ട് പോകുമ്പോൾ എന്തായാലും ഉമ്മാൻ്റെ കൂടെ തന്നെ പോയാൽ പറ്റുള്ളൂ. അല്ലാതെ വേറെ ആരെങ്കിലും കൂടെ പോയിട്ടുണ്ട് പറഞ്ഞാൽ ഇവളെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു എക്സ്ട്രാ ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റെഡിയായി 10 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. എനിക്ക് ബാച്ച് 1 ആണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ കുറച്ച് ദൂരമാണ്. നമ്മൾ ഇവിടെ നിന്ന് പാലക്കാടിലേക്ക് നല്ല ദൂരമുണ്ട്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പോയാൽ മാത്രമേ നമ്മളവിടെ കറക്റ്റ് സമയത്ത് എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ എന്താണ് ഈ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ പേർക്ക് സംശയം ഉണ്ടാകും. കാരണം കുറേ ബിഗിനേഴ്സാണ് നമ്മുടെ ചാനലിൽ കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു എക്സാം കഴിയുമ്പോഴത്തേക്ക് ആദ്യം നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ കീ വരും. പ്രൊവിഷണൽ കീ ആണ് ആദ്യം വരുന്നത്. അതിന് ശേഷമാണ് ഫൈനൽ കീ വരുന്നത് കേട്ടോ. അങ്ങനെ ഈ ഫൈനൽ കീ വന്നതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം വരുന്നതാണ് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം അതിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനുശേഷം PSC നമുക്ക് മെസ്സേജ് അയക്കും. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും നമുക്ക് മെസ്സേജ് അയക്കും. നമ്മൾ ഏത് ക്വാളിഫിക്കേഷനിലുള്ള എക്സാമിലാണോ നമ്മൾ ലിസ്റ്റിൽ വന്നത്, അപ്പോൾ അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും നമ്മുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെസ്സേജ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ മെസ്സേജ് വന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ PSC ഓഫീസിലേക്ക് അവർ നമ്മളെ വിളിപ്പിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റിലാണ് നമ്മൾ ഏത് റാങ്കിലാണ് കിട്ടിയത്, എത്രാമത്തെ റാങ്കാണെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം പിന്നെ PSC അഡ്വൈസ് അയക്കും. അതിനുശേഷം അപ്പോയിൻമെൻറ്റ് വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെയും ഷോർട്ട് ലിസ്റ്റിൻ്റെയും ഇടയിലുള്ള ഒരു പ്രോസസ്സാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഡിഗ്രി മെയിൻസ് പരീക്ഷയുടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ തുടങ്ങിയേരം നമ്മൾ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തത് ഈ ഒരു ഡിഗ്രി മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്ന വ്ളോഗായിരുന്നു, സ്റ്റഡി വ്ളോഗായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിസ്റ്റിലാണ് ഞാൻ അപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സാമിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് എക്സ്പീരിയൻസും അങ്ങനെ പ്രിപ്പറേഷൻ വീഡിയോസ് എല്ലാത്തിൻ്റെയും കൂടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവബഹുലമായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ എക്സാമിൻ്റെ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി മെയിൻസ് എക്സാമാണ്. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു വെരിഫിക്കേഷന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ്. ഫസ്റ്റ് ടൈം വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ LDCയുടെ വെരിഫിക്കേഷനായിരുന്നു. ആ സമയത്ത് എനിക്ക് എൻ്റെ മോളുടെ പ്രായം എന്ന് പറയുന്നത് 2 മാസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര വേദന സഹിച്ചിട്ടൊക്കെയായിരുന്നു ഞാൻ ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്നത്തെ വെരിഫിക്കേഷൻ പെട്ടെന്ന് തീർന്നു കേട്ടോ. കാരണം 10th ക്വാളിഫിക്കേഷനുള്ള സർട്ടിഫിക്കറ്റ് മാത്രമായിരുന്നു ഞാനതിൽ, 10th പിന്നെ 12th. അങ്ങനെ ആ 2 സർട്ടിഫിക്കറ്റ് മാത്രമേ നമുക്കന്ന് വെരിഫിക്കേഷൻ ചെയ്ത് തന്നുള്ളൂ. പിന്നെ നമ്മുടെ ID പ്രൂഫ്സ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഡിഗ്രി മെയിൻസിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ വെരിഫിക്കേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞാൻ അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം എന്തായാലും ഇനി നിങ്ങളാരെങ്കിലും ഇതുപോലെ വെരിഫിക്കേഷന് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ലുലുവിൽ മുമ്പിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പാലക്കാട് പുതിയതായിട്ട് ലുലു വന്നിട്ടുണ്ട് കേട്ടോ. ലുലു ഹൈപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഇതിലൊക്കെ വരണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ 4:30 ആയി. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി നമ്മൾ വീടെത്തുന്ന സമയത്ത്. മോളുടെ കാര്യമാണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയത്. അവൾക്ക് ഫുഡ് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക്. നമ്മൾ കഴിച്ചു അവിടെ നിന്നൊരു ഹോട്ടലിൽ നിന്ന്. പക്ഷേ അവൾക്ക് കൊടുത്തപ്പോൾ അവൾ പിന്നെ അത് കഴിച്ചില്ല. അപ്പോൾ അങ്ങനെ വൈകുന്നേരം വരെ അവൾ പട്ടിണി കിടന്ന് അങ്ങനെ കിടന്ന് ഉറങ്ങുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കുറേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ SLC സർട്ടിഫിക്കറ്റിൽ എൻ്റെ ഫാദറിൻ്റെ പേരും നമ്മുടെ നോൺ ക്രീമിലായ സർട്ടിഫിക്കറ്റിൽ ഫാദറിൻ്റെ പേരും തമ്മിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മൊത്തം അങ്ങനെ അലഞ്ഞു പോയത്. അവിടെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തി. മോൾക്ക് ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം ഒരു 10:30 നമ്മൾ ഉള്ളിലേക്ക് വിളിക്കുന്ന സമയത്ത്
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാലക്കാടുള്ള PSC ഓഫീസ്. ഇവിടെയാണ് PSCയുടെ വെരിഫിക്കേഷൻ നടക്കുന്നതും ഓൺലൈൻ എക്സാം നടക്കുന്നതും ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നത് കേട്ടോ. അപ്പം നമ്മളവിടെ എത്തിയതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നമുക്ക് ആദ്യം തന്നെ ഈ ഒരു മിസ്റ്റേക്ക്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് എടുക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ്. അത് നമുക്ക് അക്ഷയയിൽ കൂടെ അപേക്ഷിച്ചതിന് ശേഷം വില്ലേജ് ഓഫീസറാണ് അപ്രൂവ് ചെയ്ത് തരുന്നത്. നമ്മുടെ സാധാ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒരെണ്ണം പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും പിന്നെ ഒന്ന് ഒറിജിനൽ സർട്ടിഫിക്കറ്റും. അപ്പോൾ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിലുള്ള ഡേറ്റാണ് PSCയിൽ കൊടുക്കേണ്ടത്. പക്ഷേ ഇൻ്റർനെറ്റ് കഫേയിൽ അപ്ലൈ ചെയ്യാൻ പോയപ്പോൾ സമയത്ത് അവർ വേറെ ഏതോ ഒരു ഡേറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവരിത് ശ്രദ്ധിച്ചിട്ടൊന്നും അല്ല കൊടുത്തത്. അപ്പം അങ്ങനെ 2 മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ശേഷം പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതിപ്പോൾ വീട്ടിൽ വന്ന് ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം ഞാൻ കുറച്ച് റിവിഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കാരണം അത് മാത്രമായിട്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അതിന് മാത്രമുള്ള വീഡിയോ ഒന്നും നമ്മളന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇൻ്റർനെറ്റ് കഫേയിൽ പോയിട്ട് അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ആദ്യം ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ആ ഡേറ്റ് വേഗം ചേഞ്ച് ചെയ്ത് കിട്ടി. പക്ഷേ ഈ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ ഒരു 4-5 പേർക്ക് ഇതുപോലെ പ്രശ്നം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് ചേഞ്ച് ചെയ്തിട്ട് വരാനാണ്. പക്ഷേ അത് ഭയങ്കര പിന്നെയും ബുദ്ധിമുട്ടാണല്ലോ, ഒരുപാട് സമയം എടുക്കും. പിന്നെ ഈ ഒരു ലിസ്റ്റ് വേഗം വരാൻ വൈകും പിന്നെയും. അത് കാരണം കൊണ്ട് അവർ പറഞ്ഞു പിന്നെ 1 and same സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ 1 and same സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും കഫേയിലോട്ട് പോയി. കഫേയിലോട്ട് പോകുന്നതിന് നല്ല ദൂരം ഉണ്ടായിരുന്നു. കാരണം PSC ഓഫീസിൻ്റെ അടുത്തൊന്നും അല്ല കഫേ, കുറച്ച് ദൂരത്തിലായിരുന്നു. അങ്ങോട്ട് ഓട്ടോ ചാർജ് തന്നെ 50 രൂപയൊക്കെയായിരുന്നു അവർ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ദൂരം നടക്കാനാണ് എനിക്ക് പറ്റിയത്. കാരണം എനിക്ക് ഓട്ടോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തോ ഒരു കഷ്ടകാലം എന്ന് പറയാലോ. അപ്പം അവിടെ കഫേയിൽ പോയി ചോദിച്ചപ്പോഴത്തേക്ക് അവർക്ക് 1 and same സർട്ടിഫിക്കറ്റിനെ കുറിച്ച് യാതൊന്നും അറിയുന്നില്ല. പിന്നെ വീണ്ടും ഞാൻ PSC ഓഫീസിൽ പോയി ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, എന്നാൽ പിന്നെ 1 and same സർട്ടിഫിക്കറ്റ് അങ്ങനെ കിട്ടുന്നില്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡിക്ലറേഷൻ എഴുതിയിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഒരു ഗസറ്റഡ് ഓഫീസറിൻ്റെ സൈൻ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരു വെള്ള പേപ്പർ തരാൻ വേണ്ടിയിട്ട്, പിന്നെ അടുത്തൊന്നും ഒരു കടയില്ല, പേനയോ പേപ്പറോ ഉള്ള കടയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓട്ടോ പിടിച്ചിട്ട് വേറെ ഒരു സ്ഥലത്ത് പോയിട്ട് പേനയും പേപ്പറൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ സിവിൽ സ്റ്റേഷൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. സിവിൽ സ്റ്റേഷനിൽ പോയിട്ട് ഒരു ഗസറ്റഡ് ഓഫീസറിൻ്റെ സൈൻ വാങ്ങിച്ചിട്ട് വന്നു. ആ സാർ അത് അപ്രൂവ് ചെയ്ത് തന്നത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ അതിന് സീൽ വെക്കാൻ വേണ്ടി കുറേ നടന്നു. പിന്നെ അതിന് ശേഷം നമ്മളതും കൊണ്ട് PSC ഓഫീസിലേക്ക് പോയി ചെന്നപ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇത് നമ്മൾ ഹാർഡ് കോപ്പി ആയിട്ട് സ്വീകരിക്കില്ല, ഇതും പോയി അപ്ലോഡ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. വീണ്ടും നമ്മൾ കഫേയിലോട്ട് പോയി അത് അപ്ലോഡ് ചെയ്തിട്ട് വന്നതിന് ശേഷം അങ്ങനെയാണ് ഇവർ അത് നമ്മുടെ PSC സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് തന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തിട്ടുമ്പോഴത്തേക്ക് ഉച്ച സമയം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫുള്ളി ഞാൻ എക്സ്ഹോസ്റ്റഡായി. ഞാൻ ഒരിക്കൽ നടക്കാൻ വയ്യാത്ത എന്നെ കൊണ്ട് ഒരു 4-5 പ്രാവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നടത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദൈവദാക്ഷിണ്യം അവർ നമുക്ക് ചെയ്ത് തരില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെരിഫിക്കേഷന് പോയ സമയത്ത് എൻ്റെ അടുത്ത് ആധാർ ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ആധാറിലെ സ്പെല്ലിങ് തെറ്റായിരുന്നു. പക്ഷേ വെരിഫിക്കേഷന് പോകണമെന്ന് മനസ്സിലായത് കാരണം കൊണ്ട് ഞാൻ പുതിയ ആധാറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൈ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേറെ ഒരു കളർ പ്രിൻ്റ് അവർ തരുമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ID പ്രൂഫിൻ്റെ അവിടെ ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അന്നത്തെ ഓഫീസേഴ്സ് ആ ഒരു സംഭവം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർ തന്നെ അത് അവിടെ നിന്ന് സ്കാൻ ചെയ്ത് അവർ തന്നെ അപ്ലോഡ് ചെയ്ത് വെരിഫിക്കേഷൻ ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഓഫീസേഴ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, റൂഡായിരുന്നു. നമ്മളെ മനഃപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലൊരു എക്സ്പീരിയൻസ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് നിങ്ങൾ യാതൊരു തരത്തിലുള്ള മിസ്റ്റേക്കും വരുത്തരുത്. നിങ്ങൾ അക്ഷയയിൽ കൊടുത്തിട്ട് ഭയങ്കര കെയർലെസ് ആയിട്ട് ഇരിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് ക്ലിയർ ആക്കി വിടുക. നമുക്കറിയില്ല പല കാര്യങ്ങളും. നമുക്കിപ്പോൾ ഈ ഒരു ഡേറ്റിൻ്റെ കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കും അറിയില്ല, നമുക്കും അറിയില്ല. പക്ഷേ അവിടെ പോകുന്ന സമയത്ത് അപ്പം ഇങ്ങനെ കുറേ പേർക്ക് ഇങ്ങനെ തെറ്റുപറ്റിയിട്ട് വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലിയർ ഇല്ല, അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ക്ലിയർ ഇല്ല എന്നുകൊണ്ട് കുറേ പേര് തിരിച്ചയക്കുന്നുണ്ടായിരുന്നു. നിങ്ങളിതുപോലെ വെരിഫിക്കേഷന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് നിങ്ങൾ ഉണ്ടാക്കരുത്. ഒരു കുഞ്ഞ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ നേടുന്ന ഒരു റാങ്കാണ്. അതിന് നമുക്ക് വരാൻ അവർ അയക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് എത്ര വിഷമമുള്ളൊരു കാര്യമാണെന്നല്ലേ. സോ പ്ലീസ് ഡു ചെക്ക് യുവർ ഡോക്യുമെൻറ്റ്സ് ബിഫോർ വെരിഫിക്കേഷൻ. നിങ്ങളെ റിജക്റ്റ് ചെയ്യാൻ ഒരു കാരണങ്ങളും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ PSCയുടെ വെരിഫിക്കേഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പോയി വന്നതിന് ശേഷമാണ് റിയൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. ശരിക്കും കാലൊന്നും അനക്കാൻ പോലും പറ്റാത്ത അത്രയും പെയിനായിരുന്നു കേട്ടോ. അവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും അതുപോലെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോൾക്ക് അന്നത്തെ ദിവസം തന്നെ പനിയും വന്നു, ജലദോഷമൊക്കെ ആയിട്ട് പിന്നെ രാത്രി പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ഓൾറെഡി തലേന്ന് ഞാൻ ഉറങ്ങാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു.
എല്ലാം എൻ്റെ കെയർലെസ് കൊണ്ട് സംഭവിച്ചാണ്. എൻ്റെ മാത്രമല്ല, ആ ഒരു ഇൻ്റർനെറ്റ് കഫേയിൽ ഉണ്ടായിരുന്ന ആ ചേച്ചി നമ്മളെല്ലാവരും വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചിട്ട് വരുന്ന കാരണം കൊണ്ടാണ് ഇതുപോലെയൊക്കെ തെറ്റ് പറ്റുന്നത്. അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്കൊരു പാഠം ഞാൻ ഉൾക്കൊണ്ട് ഇനി ഒരിക്കലും ഞാൻ ഇതുപോലൊരു തെറ്റ് ആവർത്തിക്കില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളും ഇത് മനസ്സിലാക്കുക. പിന്നെ ഞാൻ വീണ്ടും ഒരുപാട് ഇൻസ്പയർ ആയത് ആ ഒരു ഗസറ്റഡ് ഓഫീസറുടെ അടുത്ത് പോയപ്പോഴത്തേക്കാണ്. അത് ഭയങ്കര ഒരു കൈൻഡഡ് ആയിട്ടുള്ളൊരു പേഴ്സണായിരുന്നു കേട്ടോ. ആൾ നമുക്ക് സൈൻ ചെയ്ത് തന്നു, നമുക്ക് വെരിഫിക്കേഷൻ ചെയ്ത് തന്നു. അതുപോലെ ആ ഒരു പച്ച മഷീൻ കൊണ്ടുള്ള ആ ഒരു റൈറ്റിംഗ് എല്ലാം കണ്ടപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും ആ ഒരു ഗസറ്റഡ് ഓഫീസർ ആവുക എന്ന് പറയുന്ന ഒരു സ്വപ്നം ഒന്നും കൂടെ ആളിക്കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ LSTS കൊണ്ടുപോയാണ്. അപ്പോൾ എല്ലാത്തിനും വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഈ സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജില്ലാ കളക്ടറുടെ കാര്യാലയമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗസറ്റഡ് ഓഫീസറാണ്. പിന്നെ അത് പച്ചമഷി നമുക്ക് വാങ്ങിക്കാൻ കഴിയാനിട്ടല്ല, എന്തായാലും ആ ഒരു പോസ്റ്റിനുള്ള ഒരു പവർ ഉണ്ടല്ലോ, അത് ഭയങ്കര വാല്യുബിളാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ 2 ഹൈലൈറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഓറഞ്ചും ഒരു പിങ്കും. അപ്പോൾ ഇത് പിങ്ക് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, പക്ഷേ മോൾ അതിനെടുത്ത് നിലത്ത് വരച്ച് അതിൻ്റെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്ലൂവും കൂടി ഉണ്ടായിരുന്നു, അത് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഈ ഫാബ്രിക് കാസ്റ്റലിൻ്റെ ഹൈലൈറ്റേഴ്സാണ് ഞാൻ വാങ്ങിച്ചത്. അതെനിക്ക് പൊതുവേ ഇഷ്ടമല്ലാത്തൊരു ബ്രാൻഡാണ്, കാരണം നമ്മൾ ഇപ്പുറത്ത് വരച്ച അപ്പുറത്ത് അതിൻ്റെ അടയാളം കാണും. പിന്നെ വലിയൊരു സ്മൂത്തിങ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞാൻ പൊതുവേ എനിക്കിഷ്ടമുള്ളൊരു ബ്രാൻഡ് എന്ന് പറയുന്നത് ക്യാംലിൻ്റെ ആണ്. അതിൻ്റെ ഫ്ലൂറസെൻറ്റും പച്ചയും എൻ്റെ കയ്യിലുണ്ട്. അത് നല്ല ഹൈലൈറ്റേഴ്സാണ് കേട്ടോ, നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. പിന്നെ നല്ല സ്മൂത്ത് ടെക്സ്ചറൊക്കെയാണ്. പിന്നെ അതിൻ്റെ വേറെ കളേഴ്സ് കിട്ടാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഈ കളേഴ്സ് വാങ്ങിയത്. ഓൺലൈനിലൊക്കെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ, പിന്നെ അത് ബൾക്കായിട്ട് വാങ്ങിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ ഓൺലൈനിൽ നിന്നൊന്നും വാങ്ങിക്കാതെ ഇത് തന്നെ വാങ്ങിയത്. പിന്നെ കുറേ കളേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാനും ഒരു രസമാണല്ലോ. ഇതൊന്നും അങ്ങനെ നിർബന്ധമൊന്നും അല്ല കേട്ടോ, നമ്മൾ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നത്, നമ്മുടെ യൂണിവേഴ്സിറ്റി LGSൻ്റെ കൂടെ നടന്നിട്ടുണ്ടായിരുന്ന ഫാം വർക്കർ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം കുറച്ച് ബ്രേക്കൊക്കെ എടുത്തതിന് ശേഷം തിരിച്ചു വന്ന സമയത്ത് ആദ്യമായിട്ട് ഇട്ട വീഡിയോ ആ ഒരു എക്സാമിൻ്റെ വ്ളോഗായിരുന്നു. അപ്പോൾ ആ ഒരു എക്സാമിൽ ഞാൻ ക്വാളിഫൈ ആയിട്ടുണ്ട് കേട്ടോ, പ്രിലിംസ് പാസ്സായിട്ടുണ്ട്. 82 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. എക്സാം എപ്പോഴാണെന്നൊന്നും അറിയില്ല, എന്തായാലും മാർച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല. പിന്നെ യൂണിവേഴ്സിറ്റി LGSൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷമാണെന്നുണ്ടെങ്കിലും ഒരുപാട് നല്ല പരീക്ഷകൾ വരുന്നുണ്ട്. ആദ്യ ബോർഡ് LDCയുടെ റിസൾട്ട് ചിലപ്പോൾ ഉടനെ തന്നെ വരും. പിന്നെ LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നു, LGSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, LSTSും ഉടനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ അടുത്ത വർഷം ഒരുപാട് നല്ല നല്ല പരീക്ഷകൾ ഉണ്ടാവും. നല്ല നല്ല കുറേ അവസരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോളാം, ഒരുപാട് സമയം നമുക്ക് കിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണുന്നവർക്കും ബൈ.